ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൊമേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ടേംസിനെ പറ്റിയിട്ടാണ്. ഏതൊക്കെയാണ് ടേംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ്, ഇൻഡസ്ട്രി, ട്രേഡ് ആൻഡ് കൊമേഴ്സ്. ഈ 4 ടേംസും ആക്ച്വലി കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നും ചിലർക്കെങ്കിലും, പക്ഷേ ഇത് 4 തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് എന്താണ് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. കാരണം വേറൊന്നുമല്ല, ഇതിപ്പോൾ കൊമേഴ്സ് സ്റ്റാർട്ടിങ് പഠിക്കുന്ന +1 സ്റ്റുഡൻസ് ആയിരുന്നാലും ഇല്ല ഇൻ്റർവ്യൂവിന് പോകുന്ന ആൾക്കാരായിരുന്നാലും ഈ പറയുന്ന ടേംസ് അവർ പലതവണ കേട്ട് പോകാറുണ്ട്. അപ്പോൾ ഇത് തമ്മിലൊരു ഡിഫറൻസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പറയാനായിട്ട് കറക്റ്റായിട്ട് അറിയണം എന്നില്ല. സോ ആ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഈ ടേംസിനെ പറ്റി തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബിസിനസ് എന്താണ്, ഇൻഡസ്ട്രി എന്താണ്, ട്രേഡ് എന്താണ്, കൊമേഴ്സ് എന്താണ് നോക്കാം. ഫസ്റ്റ് വൺ, ബിസിനസ്. എന്താണ് ബിസിനസ്? ഈ പറയുന്ന ബിസിനസ് എന്ന് പറയുന്ന ടേം കൊമേഴ്സ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ പോലും പലരും കേട്ടിട്ടുള്ളൊരു ടേമാണ് ബിസിനസ്. ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ദിസ് ഇസ് നൺ ഓഫ് യുവർ ബിസിനസ് എന്നുള്ളൊരു ഫ്രേസ് നിങ്ങൾ പലരും കേട്ട് കാണും. ഐ എം വെരി ബിസി എന്നുള്ള ടേമും കേട്ട് കാണും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? സോ ബിസിനസ് എന്ന് പറയുന്ന ടേമും എന്താണ് ലിറ്ററലി നമ്മൾ നോക്കുമ്പോൾ ഇറ്റ് മീൻസ് ദ സ്റ്റേറ്റ് ഓഫ് ബീങ് ബിസി എന്നുള്ളതാണ്. പക്ഷേ കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് ഇറ്റ് മീൻസ് all creative human activities relating to production and distribution of goods and services for satisfying human wants അല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റമർ wants. സോ ഒരാളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് അയാൾ എന്തായാലും പ്രോഫിറ്റ് എയിം ചെയ്തിട്ടാണ് അയാൾ എന്ത് ചെയ്യുക, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. സോ അങ്ങനെ അയാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അയാൾ എന്തൊക്കെ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് വഴിയാണോ അയാൾ പ്രോഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് ആ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനെ എന്ത് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ച് അതിലൂടെ അയാൾ പ്രോഫിറ്റ് റീപ്പ് ചെയ്യുന്നത്, ആ മുഴുവൻ ആക്ടിവിറ്റീസിനെ ബിസിനസ് എന്ന് പറയാൻ പറ്റും. സോ അടുത്ത വരുന്നത് ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് കേൾക്കുന്ന 3 ടേംസാണ് ഇൻഡസ്ട്രി, ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്നുള്ളത്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ടേംസിനെ പറ്റിയിട്ടാണ്. എന്താണ് ഇൻഡസ്ട്രി, എന്താ ട്രേഡ്, എന്താണ് കൊമേഴ്സ്. സോ എന്താണ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ, ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, സിമെൻറ്റ് ഇൻഡസ്ട്രി, അതേപോലെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, അങ്ങനെ പല ഇൻഡസ്ട്രീസ് നമ്മുടെ ചുറ്റുമുണ്ടല്ലേ. സോ ഇൻഡസ്ട്രി റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ദാറ്റ് ആർ റിലേറ്റഡ് ബേസ്ഡ് ഓൺ പ്രൈമറി ബിസിനസ് ആക്ടിവിറ്റി. ചെയ്യുന്ന പ്രൈമറി ആയിട്ടുള്ള ബിസിനസ് ആക്ടിവിറ്റി എന്താണോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ പറയുന്ന പേരാണ് ഇൻഡസ്ട്രി. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി. ഓട്ടോമൊബൈൽസിനകത്ത് നമുക്കറിയാം ഒരുപാട് കമ്പനീസ് ഉണ്ട്. അതായത് ഹീറോ, ഹോണ്ട, ടൊയോട്ട എന്നൊക്കെ പറഞ്ഞിട്ട് പല തരത്തിലുള്ള കമ്പനീസ്, പല നെയിംസിലുള്ള കമ്പനീസ് ഏതിലുണ്ട്, ഓട്ടോമൊബൈൽ എന്ന് പറയുന്ന ബേസിക് ബിസിനസ് ആക്ടിവിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും കൂടെ ഗ്രൂപ്പ് ചെയ്ത് നമ്മൾ ഒരുമിച്ച് പറയുവാണെങ്കിൽ, അതായത് ഇന്ത്യയിലുള്ള മുഴുവൻ ഓട്ടോമൊബൈൽ കമ്പനീസിനെയും കൂടി ആസ് എ ഹോൾ നമ്മളൊരു ഗ്രൂപ്പാക്കി മാറ്റിയിട്ട് പറയുവാണെങ്കിൽ ആ ടേമിനെ ഇൻഡസ്ട്രി എന്ന് പറയാൻ പറ്റും. സോ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ് വരുന്നത്. ദേ ആർ ഡൂയിങ് എ ബിസിനസ് വിച്ച് ഈസ് റിലേറ്റഡ് വെയർ ദ ബേസിക് ബിസിനസ് ആക്ടിവിറ്റി ഈസ് റിലേറ്റഡ്. അങ്ങനത്തുള്ള ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് പറയുന്ന പേരാണ് ഇൻഡസ്ട്രി. ആൻഡ് ദേ വിൽ ഡീൽ വിത്ത് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്തിൻ ആൻ എക്കോണമി. ഓക്കെ, അടുത്ത് പറയുന്നത് ട്രേഡ് എന്താണെന്നാണ്. ട്രേഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബിസിനസ് അവരുണ്ടാക്കുന്ന പ്രൊഡ്യൂസ്, അത് ഗുഡ്സ് ആകാം സർവീസസ് ആകാം, രണ്ടിൽ ഏതായിരുന്നാലും ശരി, അതിനെ പോയിന്റ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്നും പോയിന്റ് ഓഫ് കൺസെപ്ഷനിലേക്ക് മാറ്റുന്നതിനാണ്, എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രേഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ഓഫ് മണിയാണ്. അതായത് പ്രൊഡ്യൂസർ അയാളുടെ കയ്യിലുള്ള ഗുഡ്സ് ആർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, കൺസ്യൂമേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യുന്നു. കൺസ്യൂമേഴ്സ് അതിന് റിട്ടേൺ ആയിട്ട് മണി ആർക്ക് കൊടുക്കുന്നു, പ്രൊഡ്യൂസേഴ്സിന് കൊടുക്കുന്നു. ഇതിനെയാണ് ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് കൊമേഴ്സ് എന്താണെന്നുള്ളതാണ്. നമ്മുടെ ഇതിലുള്ള ഏറ്റവും ലാസ്റ്റ് ടേമാണ് കൊമേഴ്സ്. സോ കൊമേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ആക്ടിവിറ്റി ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓൺ എ ലാർജ് സ്കെയിൽ എമംഗ് എക്കണോമിക് ഏജൻറ്റ്സ്. ഇറ്റ് റെഫേഴ്സ് ടു ട്രേഡ് ആൻഡ് എയ്ഡ്സ് ടു ട്രേഡ്.
ഏറ്റവും കോമൺ ആയിട്ടുള്ള ഡെഫിനേഷൻ ഇതാണ്, ട്രേഡ് ആൻഡ് എയ്ഡ്സ് ടു ട്രേഡ്. കൊമേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ട്രേഡ് വരുന്നുണ്ട് ആൻഡ് ട്രേഡിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് എലമെൻസും വരുന്നുണ്ട്. ഓക്കെ, അതല്ലാണ്ട് എന്താണ് കൊമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാർജ് സ്കെയിലിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഗുഡ്സിനെ അല്ലെങ്കിൽ സർവീസിനെ അല്ലെങ്കിൽ കോമൺ ആയിട്ട് പ്രൊഡ്യൂസ് എന്ന് പറയാം. ആ പ്രൊഡ്യൂസിനെ ബൈ ആൻഡ് സെല്ല് ചെയ്യുന്ന ആക്ടിവിറ്റീനെ കൊമേഴ്സ് എന്ന് പറയുന്നു. അത് ചെയ്യുന്നത് എക്കണോമിക് ഏജൻസിൻ്റെ ഇടയിലാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്താണ് എക്കണോമിക് ഏജൻസ് അല്ലെങ്കിൽ ആരാണ് എക്കണോമിക് ഏജൻസ്? എക്കണോമിക് ഏജൻസ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് മീൻസ് മണി വാല്യൂ. ഒരു മണി വാല്യൂ ആയിട്ട് റിലേറ്റ് ചെയ്ത് ട്രാൻസാക്ഷൻസ് ചെയ്യുന്നത് ആരൊക്കെ തമ്മിലാണോ അവരെ എക്കണോമിക് ഏജൻസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്, ദേ ആർ എക്കണോമിക് ഏജൻസ്. ഓക്കെ, സോ അങ്ങനത്തുള്ള എക്കണോമിക് ഏജൻസിൻ്റെ ഇടയിൽ ബൈയിങ് ആൻഡ് സെല്ലിങ് അറ്റ് ലാർജ് സ്കെയിൽ നടക്കുവാണെങ്കിൽ അതിനെ കൊമേഴ്സ് എന്ന് പറയാം. ആൻഡ് ഏറ്റവും കോമൺ ആയിട്ടുള്ള വേറൊരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ട്രേഡ് ആൻഡ് എയ്ഡ്സ് ടു ട്രേഡ്. ബൈയിങ് ആൻഡ് സെല്ലിങ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്ത് വരുന്നുണ്ട്, ട്രേഡ് എന്ന് പറയുന്ന ടേം വരുന്നുണ്ട്. ഇനി അതിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ്. എയ്ഡ്സ് ടു ട്രേഡ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്: ട്രാൻസ്പോർട്ടേഷൻ ചാനൽസ്, അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ്, ഇൻഷുറൻസ്, സ്റ്റോറേജ് ആൻഡ് വെയർഹൗസിംഗ്, ബാങ്കിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ചാനൽസ്. സോ ഇവിടെ എന്താണ് ഈ പറയുന്ന എയ്ഡ്സ് ടു ട്രേഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് എന്ന് പറയുന്ന ആ ഒരു ആക്ടിവിറ്റീനെ ഹെൽപ്പ് ചെയ്യുന്ന, അസിസ്റ്റ് ചെയ്യുന്ന കുറച്ച് എലമെൻറ്റ്സ് ആണ് എയ്ഡ്സ് ടു ട്രേഡ്. അതായത് പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൊഡ്യൂസ്, ദാറ്റ് ഈസ് ദ ഗുഡ് ഓർ ദ സർവീസ്, അത് കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നത് വരെ അതിന് ആ ഒരു ഇടയ്ക്കുണ്ടാകുന്ന പീരീഡിൽ എന്തൊക്കെ ഹെൽപ്പാണോ പ്രൊഡ്യൂസേഴ്സിന് കൊടുക്കാനുള്ളത്, ആ കൊടുക്കുന്ന എല്ലാ ഹെൽപ്പിംഗ് എലമെൻറ്റ്സിനെയും കൂടി ചേർത്തിട്ടാണ് എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറയുന്നത്. അതായത് പ്രൊഡ്യൂസേഴ്സിൽ നിന്നും കൺസ്യൂമേഴ്സിലേക്ക് ഗുഡ്സ് എത്തണം എന്നുണ്ടെങ്കിൽ അവിടെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് വേണം, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ചാനൽസ് വേണം. സോ ഇറ്റ് ഈസ് എൻ എയ്ഡ് ടു ട്രേഡ്. അടുത്തത് ഇൻഷുറൻസ്. ഇൻഷുറൻസ് എന്ന് പറയുന്നത് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസേഴ്സിൽ നിന്നും കൺസ്യൂമേഴ്സിലേക്ക് ഗുഡ്സ് എത്തുന്ന ആ ഒരു ടൈം പീരീഡിൻ്റെ ഇടയിൽ എന്തെങ്കിലും റിസ്ക് എലമെൻ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ റിസ്ക് എലമെൻറ്റിന് എതിരെ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിക്ക് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ് നമ്മൾ യൂസ് ചെയ്യുക. അടുത്തത് സ്റ്റോറേജ് ആൻഡ് വെയർഹൗസിംഗ്. അതിനകത്ത് പറയുന്നത് പ്രൊഡ്യൂസർ ചെയ്ത് വെച്ചേക്കുന്ന ഗുഡ്സ് അന്നേ ദിവസം തന്നെ അല്ലെങ്കിൽ അപ്പം തന്നെ കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് എത്തണം എന്നില്ല. അതിന് ചിലപ്പോൾ ടൈം ഗ്യാപ്പ് ഉണ്ടാകാം. ആ ടൈം ഗ്യാപ്പിൻ്റെ ഇടയിൽ വെച്ചിട്ട് ആ പ്രോഡക്റ്റിനെ എന്ത് ചെയ്യുന്നതിന് വേണ്ടി, പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റോറേജ് ആൻഡ് വെയർഹൗസിംഗ് എന്ന് പറയുന്ന ഫെസിലിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് ബാങ്കിങ്. ബാങ്കിങ് എന്ന് പറയുന്നത് ഫിനാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ട്രേഡ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ട ഫിനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാങ്കിങ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നിൽക്കുന്നു. ആൻഡ് ലാസ്റ്റ് വൺ, കമ്മ്യൂണിക്കേഷൻ ചാനൽസ്. കമ്മ്യൂണിക്കേഷൻ ചാനൽസ് വഴിയാണ് പ്രൊഡ്യൂസേഴ്സും ഈ പറയുന്ന കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ ഓർഡർ പ്ലേസ് ചെയ്യുന്നതും ആ ഓർഡർ ഫുൾഫിൽ ചെയ്യുന്നതും എല്ലാം. എവിടെയാണ് ഗുഡ്സ് എവിടെ എത്തി, ഇൻ ട്രാൻസിറ്റ് ആണോ, എങ്ങനെയാണ്, അതിൻ്റെ സിറ്റുവേഷൻ എന്താണ്, സ്റ്റാറ്റസ് എന്താണ്, ഇനി എന്തെങ്കിലും എക്സ്ട്രാ സർവീസസ് വേണോ എന്നുള്ള രീതിക്കുള്ള എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ഏതാണ്, ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ ചാനൽസ് വഴിയാണ്. സോ നമ്മളിന്ന് നോക്കിയത് 4 ടേംസ് ആണ്: ബിസിനസ്, ഇൻഡസ്ട്രി, ട്രേഡ് ആൻഡ് കൊമേഴ്സ്. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ക്രിയേറ്റീവ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് എയിംഡ് അറ്റ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ് ആൻഡ് നീഡ്സ്. ആൻഡ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് കമ്പനീസ് ദാറ്റ് ആർ related on the basis of their basic business activity. And trade refers to the exchange of goods and services between the product producers and consumers for an economic value or money. And commerce refers to trade and aids to trade. So this is all for today. Thank you.